സെവൻത് സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിന് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ യെല്ലോ അംബ്രല്ല എന്ന് പറയുന്നത്. നോക്കിയാലോ? വി ഓൾ ഹാവ് മെമ്മറീസ്. സം ഓഫ് ദം ആർ പ്ലസൻറ്റ്, സം ഓഫ് ദം ആർ പെയിൻഫുൾ. നമുക്കെല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ കാണുമല്ലേ? എന്ന് വെച്ച് എല്ലാം ഭയങ്കര സന്തോഷം തരുന്നതാവണമെന്നില്ല, എല്ലാം ഭയങ്കര സങ്കടം തരുന്നതാവണമെന്നുമില്ല. എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചറാണ് നമ്മളുടെ മെമ്മറീസ് എന്ന് പറയുന്നത്. We sometimes come upon bad times. Memories often make them more painful. നമ്മൾ ജീവിച്ച ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ കാണും. അത് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആക്കുന്നത് എങ്ങനെയാണ്? അതിനെ പറ്റിയിട്ട് ഓർത്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് പണ്ടെങ്ങോ പറ്റിയ എന്തോ സങ്കടം ഉണ്ടാക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ട് നിങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സങ്കടം വന്നുകൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. അപ്പം മോർ പെയിൻഫുൾ ആക്കാനായിട്ട് ഇത്തരം മെമ്മറീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. ഒക്കേഷണലി എ മെമ്മറി awakens in us the desire to possess something. ചില ഓർമ്മകൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കും. ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ കുഞ്ഞു പരുവത്തിൽ നമ്മൾക്ക് ഓരോരുത്തർ ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുത്തില്ലേ? പണ്ട് കഴിച്ചിട്ടുള്ള മിഠായികളൊക്കെ ഇല്ലേ, ഇപ്പോൾ ഇല്ലാത്ത മിഠായി, പണ്ട് നിങ്ങളുടെ വെറും കുഞ്ഞു പ്രായത്തിൽ കഴിച്ചിട്ടുള്ള, പെട്ടെന്ന് നിങ്ങൾക്കത് ഓർമ്മയൊക്കെ വരും. ഓർമ്മ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ആ മിഠായി കഴിച്ചിട്ട് കുറേ നാളായല്ലോ എന്ന്. അപ്പോൾ അത് വീണ്ടും മിഠായി കഴിക്കാനായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഒരു ആവശ്യം വരും, ആ മിഠായി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നെന്ന്. അതുപോലെ തന്നെയാണ് ചില സമയത്ത് നമ്മളുടെ ചില ഓർമ്മകൾ വരുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ നമ്മൾക്ക് കൈക്കലാക്കാനായിട്ട് പ്രൊസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൈവശം എത്തിക്കാൻ, അങ്ങനത്തുള്ള ഭയങ്കര ഡിസയർ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും കാണും. The desire often has nothing to do with the intrinsic value or price of the object. It becomes valuable to us through its association with our memory. എപ്പോഴും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നും ആവണം എന്നില്ല നമുക്ക് പൊസസ് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം ഉള്ളിൽ വരുന്നത്. നമ്മളുടെ ഓർമ്മകളിൽ അതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ ഓർമ്മകളിൽ അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് ഭയങ്കര എക്സ്പെൻസീവ് ആവണം അങ്ങനെയൊന്നുമില്ല. അത് എങ്ങനെയാണ് നമ്മളുടെ ഓർമ്മയിൽ കാണിച്ചിരിക്കുന്നത്, നമ്മളുടെ കുഞ്ഞുനാളിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, മിഠായിയുടെ കാര്യം. മിഠായി എന്ന് പറഞ്ഞത് വളരെ സില്ലി ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ ഈ അംഗനവാടിയിലെങ്ങാനും പോകുന്ന ടൈമിൽ നിങ്ങൾ ഒരുപാട് ഈ മിഠായി കുറേ കഴിക്കുമായിരുന്നു, അമ്മ വാങ്ങിച്ചു തരുമായിരുന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുമല്ലേ? അങ്ങനെയാണ് അതിന് വാല്യൂ വരുന്നത്. അല്ലാതെ അത് ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും ആവണമെന്നില്ല. A yellow umbrella may look a very trivial object to you. It is not anything that you badly wish to own. That is because it has no particular attraction to you. Your parents have bought you several umbrellas since your first year at school. Some of them quite colorful and attractive. ഒരു യെല്ലോ അംബ്രല്ല എന്ന് പറയുമ്പം നിങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്, എനിക്ക് യെല്ലോ അംബ്രല്ല ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെയൊന്നും തോന്നുന്നൊരു കാര്യമല്ല. യെല്ലോ അംബ്രല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ സില്ലി, വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള, അതൊക്കെ ഒരു ആഗ്രഹമാണോ എന്ന് നിങ്ങൾ തോന്നുന്ന തരത്തിലുള്ളൊരു കാര്യമാണ് യെല്ലോ അംബ്രല്ല എന്ന്. പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അയ്യേ അത്രയേ ഉള്ളോ എന്ന് തോന്നും. അത് നിങ്ങൾക്ക് ഒരിക്കലും എനിക്കത് യെല്ലോ അംബ്രല്ല ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് യെല്ലോ അംബ്രല്ല വാങ്ങാനായിട്ട് ആഗ്രഹം, അങ്ങനെയൊന്നും നിങ്ങളുടെ മൈൻഡിൽ തോന്നത്തേയില്ല. ബിക്കോസ് നിങ്ങൾക്ക് യെല്ലോ അംബ്രല്ലയോട് ഭയങ്കര അട്രാക്ഷൻ ഇല്ല. അട്രാക്ഷൻ ഉള്ളവർക്ക് യെല്ലോ അംബ്രല്ല വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കാം ഈ അട്രാക്ഷൻ ഇല്ലാണ്ട് വരുന്നത്? നിങ്ങൾക്ക് അംബ്രല്ല വേണം എന്ന് പറയുമ്പം നിങ്ങളുടെ പാരൻസ് അംബ്രല്ലയൊക്കെ വാങ്ങിച്ചു തരും. ഈ യെല്ലോ അംബ്രല്ല പോലെയല്ല, കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള അംബ്രല്ലാസൊക്കെ നിങ്ങൾ സ്കൂളിൽ പോയ ടൈം തൊട്ടേ നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നുണ്ടായിരിക്കാം. അതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് അതിനോട് വലിയ അട്രാക്ഷനൊന്നും തോന്നാത്തത്. There has been nothing special about a yellow umbrella in your life. But for Joseph, a young boy from Palmas in Brazil, a yellow umbrella was something special. നമുക്കൊക്കെ യെല്ലോ അംബ്രല്ല എന്ന് പറയുന്നത് ട്രിവിയൽ ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു എ ബോയ് നെയ്മഡ് ജോസഫ്, ജോസഫിൻ്റെ വീട് എവിടെയാണ്? പാൽമസ്, ബ്രസീലിലെ പാൽമസിലാണ് ജോസഫിൻ്റെ വീട്.
ആ ജോസഫിൻ്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ ജോസഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ് ടു ഓൺ എ യെല്ലോ അംബ്രല്ല എന്ന് പറയുന്നത്. ഒരു യെല്ലോ അംബ്രല്ല വാങ്ങിക്കുക, അത് സ്വന്തമാക്കുക എന്ന് പറയുന്നത് ആ ജോസഫ് എന്ന് പറയുന്ന കുട്ടിയുടെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. We learn about Joseph from two Brazilian filmmakers, Helena Hilario and Mario Pes. The story begins with Hilario getting a phone call from her sister. Her sister had been on a visit to an orphanage in Palmas with Christmas gifts for the children. സോ ഈ കഥ എങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നതെന്ന് വെച്ചാൽ ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സ് ആയിട്ടുള്ള ഹെലന ഹിലാരിയോയും മെരിയോ പെസും വഴിയാണ്. ഇതെങ്ങനെയാണ് സ്റ്റോറി തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഹെലന ഹിലാരിയോയുടെ സിസ്റ്റർ ഒരു ദിവസം ഹെലനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുകയാണ്, ഞാനിപ്പം ഒരു ഓർഫനേജിൽ പോയിരിക്കുകയാണ്, ആ ഓർഫനേജിൽ ഞാൻ കുട്ടികൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് പോയതാണ്. അത് ബ്രസീലിലെ ഒരു സിറ്റിയിലുള്ള ഒരു ഓർഫനേജിലോട്ടുമാണ് പോയത്. The children at the orphanage were delighted at seeing the toys they were given. ടോയ്സ് ഒക്കെ കൊടുത്തപ്പോഴത്തേക്കും, അതായത് ക്രിസ്മസ് ഗിഫ്റ്റും കൊണ്ടല്ലേ പോയത്, അപ്പം കുട്ടികളെ കാണാൻ പോയപ്പോൾ ടോയ്സുമായിട്ടാണ് പോയത്. ആ ടോയ്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും they were very delighted എന്ന് പറഞ്ഞാൽ they were very happy. But she noticed a boy with a mournful face who showed no interest in the toys. ഒരു കൊച്ചിനെ മാത്രം കണ്ടു. ആ കൊച്ചിന് ഭയങ്കര സങ്കടമുള്ളൊരു മുഖമാണ്, എപ്പോഴും ഭയങ്കര സങ്കടം. ഇങ്ങനെ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും ആ മുഖത്ത് എന്തൊക്കെയോ സങ്കടം ഉണ്ടെന്ന്. ആ കുട്ടിക്ക് ഇതിനോടൊന്നും യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. She went up to him and asked what he would like to have as a gift. A yellow umbrella, he said, his face still downcast. Hilario's sister was puzzled, but soon she had the whole story from him. ഈ കുട്ടിയെടുത്ത് നിന്ന് തിരക്കിയപ്പം നിനക്ക് എന്താണ് വേണ്ടുന്നത് ഗിഫ്റ്റായിട്ട്, കാരണം ഞാനിപ്പോൾ തന്ന ടോയ്സിലൊന്നും നീ ഹാപ്പി ആയിട്ട് കാണുന്നില്ല, അപ്പം നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചപ്പം ആ കുട്ടി പറഞ്ഞു, ഐ നീഡ് എ യെല്ലോ അംബ്രല്ല, ഒരു യെല്ലോ അംബ്രല്ലയാണ് എനിക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇവർ പസൽഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇതെന്താ ടോയ്സ് ഒന്നും വേണ്ട, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ടോയ്സ് അല്ലേ ഇഷ്ടം. ഞാൻ ടോയ്സായിട്ട് വന്നപ്പോൾ ഈ കുട്ടിക്ക് അത് ഒരു താല്പര്യവും ഇല്ല, ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് യെല്ലോ അംബ്രല്ല വേണമെന്നാണ്. അപ്പോൾ ഇവരിങ്ങനെ കൺഫ്യൂഷനായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ഈ കുട്ടിയെടുത്ത് ഈ സിസ്റ്റർ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എന്താണ് കഥയെന്ന് അവർക്ക് മനസ്സിലായത്. ഇറ്റ് വാസ് നോട്ട് വെരി ലോങ് അഗോ. The boy was among a group of refugees who had arrived in the country in an open boat. There were many like him all over the world, running away for fear from their countries or thrown out as unwanted people. It was a rainy day. His father opened a big yellow umbrella that protected them from the rain as they walked. They were going to an orphanage. അപ്പം കഥ ഇങ്ങനെയാണ്. ഒരുപാട് പഴയ കഥയൊന്നും അല്ല, റീസെൻ്റ്ലി നടന്നൊരു കാര്യമാണ്. ഈ കുട്ടി എന്ന് പറയുന്നത്, ഈ ടോയ്സ് കണ്ടിട്ട് ഇൻട്രസ്റ്റ് കാണിക്കാത്ത യെല്ലോ അംബ്രല്ല വേണം എന്ന് പറഞ്ഞ കുട്ടി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജീസിൽ ഒരാളാണ്. റെഫ്യൂജി എന്ന് പറഞ്ഞാൽ എന്താ? അഭയാർത്ഥികൾ. സ്വന്തം സ്ഥലത്ത്, അതായത് സ്വന്തം കൺട്രിയിൽ ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥ വരുമ്പം വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് രക്ഷപ്പെട്ട് അവരുടെ കീഴിൽ താമസിക്കാനായിട്ട് റെഡി ആയിട്ട് വരുന്ന ആൾക്കാരാണ്, രക്ഷപ്പെട്ട് വരുന്ന ആൾക്കാരാണ് ഈ അഭയാർത്ഥികൾ എന്ന് പറയുന്നത്. അവർക്ക് സ്വന്തമായിട്ടുള്ള കൺട്രിയിൽ നിൽക്കാനായിട്ട് സാധ്യമല്ല. സോ അങ്ങനെ വന്ന ഒരു കുടുംബത്തിലെ ഒരു മെമ്പർ ആയിരുന്നു നമ്മളുടെ ഈ കുട്ടി എന്ന് പറയുന്നത്. അവർ വന്നത് ഒരു ഓപ്പൺ ബോട്ടിനകത്താണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പേടി കാരണം തൻ്റെ നാട് വിട്ടു പോയതോ അല്ലാന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ നിന്ന് ഇറക്കി വിട്ടതോ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടിയാണ് ഇവിടെ വന്ന് ചേർന്നത്. അത് ഭയങ്കര മഴയുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അച്ഛൻ ഒരു ബിഗ് യെല്ലോ അംബ്രല്ല എടുത്തു വെച്ചിട്ടാണ് ഈ കുട്ടിയെ മഴയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നടന്ന് ആ ഓർഫണേജിലേക്ക് എത്തിയത്. The boy watched as his father walked away, raindrops bouncing off the yellow umbrella. That was the last time he saw his father. The yellow umbrella had become etched in his memory,
It was as if the yellow umbrella would unite him with his family someday. ആദ്യമേ നമ്മൾ കഥ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് സില്ലിയായിട്ട് തോന്നുന്ന കാര്യം ചിലപ്പം മറ്റൊരാൾക്ക് വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഹൗ വി അസോസിയേറ്റ് ദാറ്റ് വിത്ത് അവർ മെമ്മറി. നമ്മളുടെ മെമ്മറിയിൽ ഇതിനെ എങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം എന്താണ് പറഞ്ഞു വരുന്നത്? റെഫ്യൂജി ആയിട്ട് ഈ നാട്ടിലേക്ക് വന്ന കുട്ടിയെ ആ മഴയത്തുകൂടി അച്ഛൻ മഴയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ആ വലിയ യെല്ലോ കളർ അംബ്രല്ലയുടെ കീഴിലാണ് ആ കുട്ടിയും അച്ഛനും കൂടെ നടന്നത്. എന്നിട്ട് അവർ നടന്ന് കയറിയത് ഒരു ഓർഫണേജിലേക്കായിരുന്നു. ആ ഓർഫണേജിൽ കുട്ടിയെ ഏൽപ്പിച്ചു. ഇപ്പോഴും ആ കുട്ടി വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ യെല്ലോ അംബ്രല്ല എന്ന് പറയുന്നത് ഒരു സമയത്ത് ആ കുട്ടിയുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം തൻ്റെ ഫാമിലിയായിട്ട് തന്നെ വീണ്ടും റീയൂണൈറ്റ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിലോ എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അങ്ങനൊരു ഹോപ്പാണ് ആ കുട്ടിയുടെ മൈൻഡിൽ ഈ യെല്ലോ അംബ്രല്ല എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ വരുന്നത്. അപ്പം നമുക്ക് വളരെ സില്ലിയായിട്ട് തോന്നിയ യെല്ലോ അംബ്രല്ല എന്ന് പറയുന്നത് ആ കുട്ടി തൻ്റെ അച്ഛനെ അവസാനമായിട്ട് കണ്ട ദിവസത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പം ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യുന്നൊരു മെമ്മറിയാണ് ആ കുട്ടിക്ക് യെല്ലോ അംബ്രല്ല എന്ന് പറയുന്നത്. യെല്ലോ അംബ്രല്ല കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചെൻ്റെ ചിലപ്പോൾ എൻ്റെ ഫാമിലിയുടെ കൂടെ തിരിച്ച് പോകാൻ പറ്റിയാലോ എന്നൊക്കെയുള്ള ആ ഒരു രീതിക്കാണ് കുട്ടി ആലോചിക്കുന്നത്. ഹിലാരിയോ വാസ് ഇംപ്രസ്ഡ് ബൈ ദ ബോയ്സ് സ്റ്റോറി. ഷീ തോട്ട് ഓഫ് ടേണിംഗ് ദ ബോയ്സ് പെയിൻഫുൾ മെമ്മറി ഇൻടു എ വർക്ക് ഓഫ് ആർട്ട്, എ റെക്കോർഡ് ഓഫ് എംപതി and hope. It took 10 years for Hilario and her associate Mario Pes to produce the animated film Umbrella, which was the first film that made as a duo. It was released in 2019. It received an Oscar nomination and went on to win recognition at several film festivals. Umbrella is a film that can both entertain and enlighten grown-ups and children alike. It is a story of love and hope. It will keep our faith in the value of human understanding and responsibility. അപ്പം ഹിലാരിയോ തൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് ഈ കഥയൊക്കെ കേട്ടിട്ട് ഹിലാരിയോ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട്, എന്നിട്ട് ഹിലാരിയോ ആലോചിച്ചു, ഓക്കെ എൻ്റെ ചേച്ചി ഈ കാര്യം പറഞ്ഞു, അപ്പോൾ റിയൽ ലൈഫിൽ നടന്നൊരു കാര്യമാണ്, എന്തുകൊണ്ട് എനിക്കതൊരു ഫിൽമാക്കിക്കൂടാ, ഒരു ആർട്ട് വർക്കായിട്ട് എനിക്ക് ആ കുട്ടിയുടെ മെമ്മറി കൺവേർട്ട് ചെയ്തുകൂടാ. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അവസാനം അംബ്രല്ല എന്ന് പറയുന്ന ഒരു ആനിമേറ്റഡ് ഫിലിം അവർ ക്രിയേറ്റ് ചെയ്തു. അത് ചുമ്മാ ഒരു ആനിമേറ്റഡ് ഫിലിം മാത്രമായിട്ടങ്ങ് നിന്ന് പോയില്ല, ഓസ്കാർ നോമിനേഷൻ വരെ പോയി. 2019 റിലീസ് ചെയ്തു, ഓസ്കാർ നോമിനേഷൻ പോയി. അതുപോലെ തന്നെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽസിലും ഒക്കെ ഒരുപാട് റെക്കഗ്നിഷനും കാര്യങ്ങളും ഒക്കെ കിട്ടിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അനിമേറ്റഡ് മൂവിയാണ് അംബ്രല്ല എന്ന് പറയുന്നത്. അപ്പം അംബ്രല്ല നിങ്ങളെ എൻ്റർടൈൻ മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾക്കത് കണ്ടുകൊണ്ടിരിക്കുക, ഒരു സിനിമ കാണുന്ന പോലെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, ഇറ്റ് ഓൾസോ എൻലൈറ്റൻസ് യു. നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നുണ്ട്. ഓൾസോ അത് ഗ്രോണപ്പ് ആയാലും ചിൽഡ്രൻ ആയാലും ആരെയും ഏത് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ ആണെങ്കിലും എൻ്റർടൈനും ചെയ്യിപ്പിക്കും, എൻലൈറ്റനും ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള ഒരു ആനിമേറ്റഡ് ഫിലിമാണ് അംബ്രല്ല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഹോപ്പ്. അച്ഛനോട് അല്ലെങ്കിൽ തൻ്റെ ഫാമിലിയോട് മകനുള്ള ആ ഒരു കണക്ഷൻ വിട്ടുപോയെങ്കിലും അവൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഫാമിലി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരിച്ച് ഞാൻ ഫാമിലിയിലേക്ക് എത്തും എന്നൊരു പോസിറ്റീവ് നോട്ടിലാണ് നിൽക്കുന്നത്. ഒരു ഹോപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ആനിമേറ്റഡ് ഫിലിം വന്നതിലൂടെ, അത് കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്, ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഈ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി, ഈ കാര്യങ്ങൾ, ഹ്യൂമൻ ബോണ്ട്, ഈ കാര്യങ്ങളൊക്കെ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ അനുഭവിക്കുന്ന കാര്യം നമ്മളും കൂടെ അനുഭവിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മളുടെ മനസ്സിൽ വരും. അപ്പം മറ്റൊരാളൊരു സങ്കടം പറയുമ്പം അത് എൻ്റെയും കൂടെ സങ്കടമാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ മെമ്മറി ഒരു ഫിലിമാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെല്ലാം കാണുന്നതും അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നതും. താങ്ക്